ഇന്നൊരു മൈക്രോ സ്ക്രാമ്പിൾഡ് പനീറാണ് ഉണ്ടാക്കുന്നത്, അതായത് പനീർ കറി. ഈ പേര് ഞാൻ ഇട്ടതാണ് വെറുതെ. പക്ഷേ ഇതിന്ന് പനീറില്ല എൻ്റെ കയ്യിൽ. പനീറില്ലാത്തൊരു പനീർ കറിയാണ്. അതിനായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്ത് നല്ല കുനുകുന അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ 2 സവാളയാണ് തീരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വയ്ക്കുന്നത്. ഒരല്പം മല്ലിയില എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ തൽക്കാലം ഉള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടിയിട്ട് ഒരല്പം പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കണം. ലൈറ്റ് ബ്രൗൺ നിറമാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതും ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ട് വേണം ഇനി ബാക്കി കുറച്ച് മസാലകൾ കൂടി ചേർക്കാനായിട്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ കടുക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അത് നന്നായിട്ടൊന്ന് എണ്ണ കിനിയുന്നത് വരെ ഇളക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനിയാണ് പനീറിന് ഉള്ള പകരക്കാരൻ വരുന്നത്. ഞാനൊരു പാക്കറ്റ് പാലാണ്, അതായത് 500 ml പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് പനീറിന് പകരം. ഇതൊരു എളുപ്പക്കറിയാണ്. എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഒരു ഫുൾ പാക്കറ്റ് പാൽ, ഞാൻ ഓറഞ്ച് കവറാണ് എടുത്തിരിക്കുന്നത്, മിൽമയുടെ. അത്യാവശ്യം കട്ടിയുള്ള പാൽ തന്നെയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഫ്ലെയിമിലിടാം, ഫുൾ ഫ്ലെയിമിലിടാം കുറച്ച് നേരത്തേക്ക്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അത് നന്നായിട്ട് വറ്റണം. വറ്റി നല്ലൊരു കുഴമ്പ് പരുവം, ഒരു ചെറുതായിട്ടുള്ള കുഴമ്പ് പരുവമാകുമ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ആ കുഴമ്പ് പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും മല്ലിയില ഇടുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഞാൻ കുറച്ച് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇനി ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. ബാക്കി കുറച്ച് നോൺ വെജ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 2 കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. അതായത് മുട്ടയും ഈ പനീറും ഏതാണ്ട് ഒരേ തരത്തിലുള്ള കൺസിസ്റ്റൻസി, തരികളായിട്ട് കിടക്കണം ഇതിനകത്ത്. അത് കുറച്ചുകൂടി വറ്റിച്ചിട്ട് ഒരു തോരൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ വറ്റിക്കണമെന്നില്ല, ഞാൻ വറ്റിച്ചു. എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്, ഇതാണ് താല്പര്യം, അതുകൊണ്ട് ഞാൻ വറ്റിച്ചു എന്നുള്ളൂ. ഒരു തോരൻ പരുവത്തിലാക്കിയിട്ടുണ്ട്. 2ഉം ചപ്പാത്തിക്കാണ് കൂടുതലും നല്ലത് കറി. ഒരു ചോറിനേക്കാളും ചപ്പാത്തിക്കാണ് ഈ 2 കറികളും നല്ലത്. അതായത് പനീർ ഇല്ലെങ്കിലും നമുക്ക് പനീറിൻ്റെ ടേസ്റ്റിൽ, അതായത് ഒരു പനീർ കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പാല് വീട്ടിലുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ പനീർ പ്യുവർ വെജ് കറിയുടെ കൺസിസ്റ്റൻസി. അതിൽ തരിതരിയായിട്ട് കിടക്കുന്നത് പനീറാണ്. ഇതാണ് നമ്മുടെ എഗ് പനീർ, മുട്ടയും കൂടി ചേർത്തിട്ടുള്ള, അതായത് നോൺ വെജ് കറി.